സോ ഹായ് എവ്രി വൺ, നമ്മൾ കോംപ്ലക്സ് അനാലിസിസിലെ സെക്കൻഡ് ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്, ഡീപ്പായിട്ട് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഇനി കോംപ്ലക്സ് ഫംഗ്ഷൻസിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കോംപ്ലക്സ് ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ടേംസും എന്താ കോംപ്ലക്സ് ഫംഗ്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇനി ഓരോ വീഡിയോയിലായിട്ട് ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചു വരും. സോ കോംപ്ലക്സ് ഫംഗ്ഷൻസ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനി എപ്പോഴും കേൾക്കാൻ പോകുന്ന കുറച്ച് ടേംസും നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതിലേക്ക് നമുക്ക് കിടക്കാം. റൈറ്റ്, അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ആദ്യം നമുക്ക് പറയാനുള്ളത് റീജിയൻസ് ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ ആണ്. സോ കോംപ്ലക്സ് പ്ലെയിനിൽ കുറച്ച് റീജിയൻസിനെ കുറിച്ച് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി റിയൽ അനാലിസിസിലൊക്കെ പഠിച്ച പോലെ തന്നെ നമ്മൾ റിയലിൽ കേട്ടിട്ടുള്ള ടേംസ് ആണ് നെയ്ബർഹുഡ്, ഇന്റീരിയർ പോയിന്റ്, എക്സ്റ്റീരിയർ പോയിന്റ്, ബൗണ്ടറി പോയിന്റ്, ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അതേപോലെ നമുക്ക് കോംപ്ലക്സ് അനാലിസിസിലും ഇതേ ടേംസ് പറയാനുണ്ട്. നമ്മൾ ഓൾറെഡി ഡിഗ്രിക്കൊക്കെ പഠിച്ചു തന്നെയാണ്, എങ്കിലും നമുക്കൊന്ന് ഓർത്തെടുക്കാം. സോ കോംപ്ലക്സ് അനാലിസിസിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു സം ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സെഡ് നോട്ട് സെന്ററും, ആരാ സെന്റർ? സെഡ് നോട്ട് സെന്ററും 6 റേഡിയസുമായിട്ടുള്ള ഒരു സർക്കിൾ ആണ്. സോ മോഡ് സെഡ് ഇസ് ഈക്വൽ ടു, ഇപ്പൊ മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 2 അങ്ങനെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ശരിക്കും സെഡ് നോട്ട് 0 ആണ് അല്ലെ. 0 എന്ന് പറഞ്ഞ് നമുക്ക് ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. 0 0 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോ 0 ഒറിജിനും 2 റേഡിയസ്, ഇതാണ് ഇവിടുത്തെ റേഡിയസ്, 2 റേഡിയസും ആയിട്ടുള്ളതാ ഈ സർക്കിളിലടാ. ഇതാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. സോ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ ഇൻ ജനറൽ കോംപ്ലക്സ് നമ്പേഴ്സിൽ നമ്മൾ എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്? സെഡ് നോട്ട് സെന്ററും 6 റേഡിയസും ആയിട്ടുള്ള സർക്കിൾ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കോംപ്ലക്സിലെ നമ്മുടെ നെയ്ബർഹുഡ് കോൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. എന്താണ് നെയ്ബർഹുഡ്? റിയൽ അനാലിസിസിൽ നമുക്കറിയാം ഒരു പോയിന്റിന്റെ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇന്റർവെൽ ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുക അല്ലെ. സോ റിയൽ കാര്യങ്ങൾ നമ്മൾ ഇന്റർവെൽ വെച്ച് പറയാൻ കാരണം അവിടെ നമുക്ക് റിയൽ ലൈൻ ആണുള്ളത്. പക്ഷെ ഇവിടെ കോംപ്ലക്സ് അനാലിസിസിലോട്ട് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ഉണ്ട്, വി ഹാവ് എ കോംപ്ലക്സ് പ്ലെയിൻ. അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? കോംപ്ലക്സ് പ്ലെയിനിൽ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇന്റർവെൽ ആയിട്ടല്ല പറയുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ സെഡ് നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. ഈ സെഡ് നോട്ടിന്റെ നെയ്ബർഹുഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സം എപ്സിലോൺ നെയ്ബർഹുഡ്, അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എപ്സിലോൺ നെയ്ബർഹുഡ് ആണ്. സോ സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിന്റെ എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ സെഡ് നോട്ടിൽ നിന്ന് എപ്സിലോൺ ഡിസ്റ്റൻസിൽ വരുന്ന എല്ലാ പോയിന്റ്സും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ സെഡ് നോട്ട് ഇതിപ്പോ ഒരു എപ്സിലോൺ ആണെന്ന് വിചാരിക്കാം. സോ എപ്സിലോൺ ഡിസ്റ്റൻസിൽ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ വിൽ ഗെറ്റ് എ സർക്കിൾ അല്ലെ. ഇതിനാണ് നമ്മൾ ആക്ച്വലി യൂണിറ്റ് ഡിസ്ക് എന്ന് പറയുക. ഇവിടെ ബൗണ്ടറി ആക്ച്വലി നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുമ്പോൾ സെഡ് നോട്ടിൽ നിന്ന് എപ്സിലോൺ ഡിസ്റ്റൻസിൽ കുറവ് വരുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ അവിടെ ഉണ്ടാവും, പക്ഷെ ആ ബൗണ്ടറി അവിടെ ഉണ്ടാവില്ല. ഈ ഫിഗർ ആണ് നിങ്ങൾക്ക് കാണുക. ഈ പോയിന്റ്സ് ഒക്കെ അവിടെ ഇൻക്ലൂഡഡ് ആണ്, പക്ഷെ ബൗണ്ടറി ഇൻക്ലൂഡഡ് അല്ല. കാരണം ബൗണ്ടറിയെ സംബന്ധിച്ച് മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആണ്. ഞാൻ പറഞ്ഞു ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? എപ്സിലോൺ റേഡിയസിൽ സെഡ് നോട്ട് സെന്റർ ആയിട്ട് വരുന്ന സർക്കിൾ ആണ്. പക്ഷെ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഓപ്പൺ ഡിസ്ക് ആണ് കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ബൗണ്ടറി ഇല്ല, ഉള്ളിലുള്ള പോയിന്റ്സ് ആണ് വരുന്നത്. അപ്പൊ എന്താണ് കോംപ്ലക്സിൽ ഒരു നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ? സെഡ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സർക്കിൾ പോലെ, ഒരു ഓപ്പൺ ഡിസ്ക് ആയിട്ടാണ് നിങ്ങൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഇനി ഒന്ന് ഡെഫിനേഷൻ വായിച്ചു നോക്കിക്കോളൂ, പെട്ടെന്ന് മനസ്സിലാവും. സോ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ പോയിന്റ് സെഡ് നോട്ട് is an open disk without its boundary, centered at z naught and of radius epsilon. It is a set of points z lying inside but not on a circle centered at z naught. അപ്പൊ lying inside ആണ് എന്ന് വെച്ചാൽ ഈ പോയിന്റ്സ് ഒക്കെ അവിടെ വരും, പക്ഷെ നോട്ട് ഓൺ ദി സർക്കിൾ. അപ്പൊ ഈ ഡോട്ടഡ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പോയിന്റ്സ് ഒന്നും അവിടെ ഇല്ല എന്നാണ്, നമ്മുടെ റീജിയനിൽ ഇല്ല എന്നാണ്. സോ മാത്തമാറ്റിക്കലി നമ്മൾ അതിന്റെ നൊട്ടേഷൻ കൊടുക്കുക. ഡി ഓഫ് സെഡ് നോട്ട് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ സെഡ് നോട്ട് സെന്ററും എപ്സിലോൺ റേഡിയസും. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ആയിട്ടുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ. അതാണ് നമ്മുടെ എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. സോ എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ സെഡ് നോട്ടിന്റെ ഒരു നെയ്ബർഹുഡ്, എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് എപ്പോഴും നമ്മൾ പറയില്ല, ഒരു നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു ചെറിയ ഡിസ്റ്റൻസ് എടുത്ത് അതിൽ കൺസിഡർ ചെയ്യുന്ന ഒരു സർക്കിൾ ആണ്, പക്ഷെ അതിന്റെ ബൗണ്ടറി അവിടെ ഇൻക്ലൂഡഡ് അല്ല, ഇൻസൈഡ് പോയിന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ റിയൽ ഇന്റർവെൽ ആലോചിക്കുന്ന പോലെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു യൂണിറ്റ് ഡിസ്ക് ആണ്. അപ്പൊ അതാണ് നമ്മുടെ നെയ്ബർഹുഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത ടേം എന്താണെന്ന് നോക്കാം. ഇന്റീരിയർ പോയിന്റ്. A point z0 of a set G is its interior point if there is some neighborhood of z0 that contains only the points of G, and it is an exterior point of G if it has a neighborhood containing no point of G. സോ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു റീജിയൻ ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു യൂണിറ്റ് സർക്കിൾ ഞാൻ കൺസിഡർ ചെയ്യണം. ഇതിന്റെ ഉള്ളിലുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്റെ റീജിയൻ ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ഇന്റീരിയർ പോയിന്റ് ആയിരിക്കുമോ എക്സ്റ്റീരിയർ പോയിന്റ് ആയിരിക്കുമോ? നമുക്ക് നോക്കേണ്ടത് ആ ഒരു പോയിന്റ് സെന്റർ ആയിട്ട് അവിടെ ഒരു യൂണിറ്റ് ഡിസ്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? ചെറിയ റേഡിയസ് ആയാലും കുഴപ്പമില്ല. എന്തായിരിക്കണം? കംപ്ലീറ്റ്ലി അത് കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് നമ്മുടെ റീജിയൻ ആയിരിക്കണം. സോ ഒരു പോയിന്റ് ഇന്റീരിയർ പോയിന്റ് ആവാന്ന് പറഞ്ഞാൽ ഒരു നെയ്ബർഹുഡ് അതിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ആവുന്ന രീതിയിൽ നമുക്ക് പോയിന്റിന്റെ കണ്ടുപിടിക്കാൻ പറ്റണം. സോ ദിസ് പോയിന്റ് ഇസ് എൻ ഇന്റീരിയർ പോയിന്റ്. കാരണം അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നെയ്ബർഹുഡ് നമ്മൾ ആ റീജിയന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തു. സോ ദിസ് ഇസ് എൻ ഇന്റീരിയർ പോയിന്റ്. അപ്പൊ എന്താ ഒരു ഇന്റീരിയർ പോയിന്റ് എന്ന് പറയുന്നത്? ഇഫ് ദർ ഇസ് സം നെയ്ബർഹുഡ് ഓഫ് Z0 ദാറ്റ് കണ്ടെയ്ൻസ് ഓൺലി ദ പോയിന്റ്സ് ഓഫ് G. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സെറ്റ് G ഇല്ലേ, അതിലെ പോയിന്റ്സ് മാത്രമേ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ പുറത്തെ പോയിന്റ്സ് ഇവിടെ വരുന്നുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഇസ് എൻ ഇന്റീരിയർ പോയിന്റ്. എക്സ്റ്റീരിയർ പോയിന്റ്, ഇവിടെ ഞാനൊരു പോയിന്റ് എടുക്കുകയെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ എനിക്ക് കിട്ടുന്ന ഒരു നെയ്ബർഹുഡ്, ഈ ഒരു നെയ്ബർഹുഡ് ഞാൻ കൺസിഡർ ചെയ്യണം. അവിടെ ജിയിലെ പോയിന്റ്സ് ഉണ്ടോ? ഇല്ല. ഇതാണ് എന്റെ ജിയിലെ പോയിന്റ്സ് വരുന്നില്ല, ഔട്ട്സൈഡ് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള പോയിന്റ്സിനെയാണ് നമ്മൾ എക്സ്റ്റീരിയർ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഏതോ ഒരു നെയ്ബർഹുഡ് നമ്മൾ ഇങ്ങനെ വലുതാക്കി എടുത്തിട്ട് ജിയിലെ പോയിന്റ്സും ഉണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു നെയ്ബർഹുഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സച്ച് ദാറ്റ് ഇറ്റ് ഡസന്റ് കണ്ടെയ്ൻ പോയിന്റ്സ് ഓഫ് ജി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഒറ്റ നെയ്ബർഹുഡ് എക്സിസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് പറയാൻ പറ്റും it is an exterior point. So it is an exterior point of G if it has a neighborhood containing no point of G. ഒരു പോയിന്റ് ഓഫ് ജിയും കണ്ടെയ്ൻ ചെയ്യാത്ത രീതിയിൽ ഒരൊറ്റ നെയ്ബർഹുഡ് എങ്കിലും ഫൈൻഡ് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് ഇസ് എൻ എക്സ്റ്റീരിയർ പോയിന്റ്. നമ്മുടെ സാധാരണ ഇന്റീരിയർ എക്സ്റ്റീരിയർ കോൺസെപ്റ്റ് തന്നെയാണ്. വാട്ട് അബൌട്ട് ബൗണ്ടറി പോയിന്റ്? ബൗണ്ടറി പോയിന്റിന്റെ പ്രത്യേകത ഇതാണ്. ബൗണ്ടറി പോയിന്റ് അവിടെ നമ്മൾ ഒരു ഇന്റർവെൽ കൺസിഡർ ചെയ്താൽ, അതായത് നമ്മുടെ യൂണിറ്റ് ഡിസ്ക് കൺസിഡർ ചെയ്താൽ അല്ലെങ്കിൽ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്താൽ അവിടെ ഇന്റീരിയർ പോയിന്റ്സും എക്സ്റ്റീരിയർ പോയിന്റ്സും ഇൻക്ലൂഡഡ് ആയിരിക്കും. അതായത് ജിയിലെ പോയിന്റ്സും ജിയുടെ പുറത്തുള്ള പോയിന്റ്സും ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ഇത് ജിയിലെ പോയിന്റ്സ് ആണ്, ഇത് ജിയുടെ പുറത്തുള്ള പോയിന്റ്സ് ആണ് അല്ലെ. സോ ഇങ്ങനെയുള്ള പോയിന്റ്സ് ആണ് ബൗണ്ടറി പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ബൗണ്ടറി പോയിന്റ്? ഇഫ് Z0 is neither an interior point nor an exterior point, then it is a boundary point. A boundary point is therefore a point whose all neighborhoods contain points in G and points not in G. The set of all boundary points of G is the boundary of G. നമ്മൾ ബൗണ്ടറി ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ ബൗണ്ടറി പോയിന്റ്സിന്റെയും കളക്ഷൻ ആണ്. സോ ഇവിടെ ഇതാണ് നമ്മുടെ ബൗണ്ടറി എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. മോഡ് Z-2 ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ആരുടെയൊക്കെ ബൗണ്ടറി ആണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം മോഡ് Z-2 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 2 സെന്ററും 1 റേഡിയസും ആയിട്ടുള്ള സർക്കിൾ ആണ്. ഇതാണ് നമ്മുടെ സെന്റർ, ഇതാണ് നമ്മുടെ റേഡിയസ്. അപ്പോൾ 2 0 എന്നാണ് അല്ലെ ഉദ്ദേശിക്കുന്നത്. 2 എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 2 + 0 ആയി. അതായത് 2 0 എന്ന് പറയുന്ന പോയിന്റ് സെന്ററും 1 റേഡിയസും. സോ ഇങ്ങനെ വരും നമ്മുടെ സർക്കിൾ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? നമ്മൾ രണ്ട് റീജിയൻസ് കൺസിഡർ ചെയ്യുന്നത്, ഒന്ന് മോഡ് Z-2 <1 ആണ്. മോഡ് Z-2 <1 എന്ന് പറയുമ്പോൾ ഏതാ റീജിയൻ? മോഡ് Z-2 ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഈ ഒരു സർക്കുലർ റീജിയൻ ആണ്. ഇതിന്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു റീജിയൻ ആണ് മോഡ് Z-2 <1 എന്ന് പറയുന്നത്. വാട്ട് അബൌട്ട് മോഡ് Z-2 <1? അത് എക്സ്റ്റീരിയർ റീജിയൻ ആണ്, അതായത് ഈ ഒരു റീജിയൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഭാഗമാണ് മോഡ് Z-2 <1 ആൻഡ് പുറത്തുള്ളത് മോഡ് Z-2 <1. ആൻഡ് ഈ ഒരു ബൗണ്ടറി ഇല്ലേ, അതെന്താണ്? മോഡ് Z-2 ഈക്വൽ ടു 1 ആണ്. സോ ആ ഈക്വൽ ടു 1 കേസ് എന്ന് പറയുമ്പോൾ ബൗണ്ടറി മാത്രമാണ്. <1 എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള ഭാഗം മാത്രമാണ്. <1 എന്ന് പറയുമ്പോൾ പുറമേയുള്ള ഭാഗം മാത്രമാണ്. ഇനി <=1 എന്ന് പറഞ്ഞാലോ, അവിടെ നമ്മൾ ആ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കും, എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള പോയിന്റ്സും കൺസിഡർ ചെയ്യും. അതായത് ബൗണ്ടറി പ്ലസ് ആ ഒരു ഇന്റീരിയർ മൊത്തമാണ് <=1 വരിക. സോ എങ്ങനെയാണ് നമ്മുടെ 3 റീജിയൻസ് വരുന്നത്? ഇതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഡ് Z-2 <1 എന്ന് പറയുന്ന റീജിയൻ, അതായത് ഈ ബ്ലൂ ഷെയ്ഡഡ് റീജിയന്റെ ബൗണ്ടറി ആണ് നമ്മുടെ =1 റീജിയൻ. ഇത് ഉറപ്പല്ലേ ഇതിന്റെ ബൗണ്ടറി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിൽ ഏത് പോയിന്റ് എടുത്താലും ഇതിന്റെ ഉള്ളിലെ പോയിന്റും വരുന്നുണ്ട്, പുറത്തുള്ള പോയിന്റും വരുന്നുണ്ട് നമ്മുടെ നെയ്ബർഹുഡിൽ. സോ ഇത് ബൗണ്ടറിയാണ്. അതേപോലെ തന്നെ മോഡ് Z-2 <1ന്റെയും ബൗണ്ടറി എന്താണ്? മോഡ് Z-2 ഈക്വൽ ടു 1 തന്നെയാണ്. കാരണം അവിടെയും നമ്മൾ പറഞ്ഞ പോലെ ഏത് പോയിന്റ് എടുത്താലും ഉള്ളിലെയും പുറത്തെയും പോയിന്റ് വരുന്നുണ്ട്. സോ മോഡ് Z-2 ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഈ രണ്ട് പ്ലെയിൻസിന്റെയും ബൗണ്ടറി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്, ഓർക്കുക. അടുത്തത്
an open disk with its boundary includedനെയാണ് നമ്മൾ ക്ലോസ്ഡ് ഡിസ്ക് എന്ന് പറയാം. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു മോഡ് z-2 <1 എന്ന് പറയുമ്പോൾ ഇന്റീരിയർ പോയിന്റ്സ് മാത്രമാണ്. പക്ഷെ <= എന്ന് പറയുമ്പോൾ നമ്മൾ ആ സർക്കിളിന്റെ ബൗണ്ടറിയും കൺസിഡർ ചെയ്യും. ഇങ്ങനെ ബൗണ്ടറി അടക്കം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആ കേസാണ്, അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ഡിസ്ക് എന്ന് പറയാം. അപ്പൊ നേരത്തെ ബൗണ്ടറി ഇല്ലായിരുന്നു, ഇങ്ങനെ ആയിരുന്നു. അപ്പൊ ഇതെന്താണ്? ഓപ്പൺ ഡിസ്ക് ആണ്. വേറാസ് ബൗണ്ടറി കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഡിസ്ക്. ഓക്കെ, ഇനി അടുത്തത് ഡിലീറ്റഡ് നെയ്ബർഹുഡ് ഓർ ഡിലീറ്റഡ് എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് Z0 എന്ന് പറയുന്നത് എന്താണ്? D of Z0 എപ്സിലോൺ മൈനസ് Z0. അതായത് ഒന്നുമില്ല, നമ്മൾ എപ്സിലോൺ Z0 അല്ലെങ്കിൽ ഏതൊരു പോയിന്റിന്റെയും നെയ്ബർഹുഡ് നമുക്കിപ്പോ എടുക്കാൻ അറിയാം. സോ ഞാൻ എന്താ ഈ Z0 എന്ന് പറയുന്ന പോയിന്റിന്റെ ഈ ഒരു നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യണം. ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്താണെന്നറിയോ? ഇതാണ് Z0 എന്ന് പറയുന്ന പോയിന്റ് അല്ലെ. അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മുടെ ഇതൊക്കെ ഇതിലെ പോയിന്റ്സ് ആയിട്ട് വരും. സോ നമ്മള് ഡിലീറ്റഡ് നെയ്ബർഹുഡ് ഓഫ് Z0 കൺസിഡർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, നമ്മുടെ നെയ്ബർഹുഡ് അങ്ങനെ തന്നെ നമ്മൾ എടുക്കും, മൈനസ് ഈ ഒരു Z0 നമ്മൾ അതിന് ഒഴിവാക്കും. അതായത് Z0 എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും ഇല്ലേ, അതിനെയാണ് നമ്മൾ ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്ന് വിളിക്കുക. എന്ന് നമ്മൾ എങ്ങനെയും പറയാറുണ്ട്, പങ്ക്ച്വേർഡ് ഡിസ്ക് അറ്റ് Z0 എന്നും പറയാറുണ്ട്. ഓക്കെ, സോ പങ്ക്ച്വേർഡ് ഡിസ്ക് അറ്റ് Z0 എന്ന് പറഞ്ഞാലും ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാലും ഏത് പോയിന്റിനാണോ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യുന്നത് ആ പോയിന്റ് നമ്മൾ റിമൂവ് ചെയ്യണം. ബാക്കി വരുന്ന ഓപ്പൺ ഡിസ്കിനെയാണ് നമ്മൾ ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്ന് പറയുക. ഓക്കെ, ഇവിടെ നോക്കിക്കേ, Z-2 + I < 1 defines a neighborhood of 2 - I, whereas 0 < Z-2 + I < 1 defines a neighborhood of 2 - I. അപ്പൊ ഇവിടെ Z-2 + I എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം Z-Z0 എന്ന് പറയുന്ന ഫോമിൽ എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ, Z-2 - I. ഓക്കെ, സോ ദിസ് ഇസ് <1 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് =1 കേസ് ആണ്. എന്നിട്ട് അതിന്റെ ഇൻസൈഡ് എടുത്താൽ മതി. അപ്പൊ =1 നമ്മൾ എങ്ങനെയാ കൺസിഡർ ചെയ്യുക? 2 - I എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആണ് അല്ലെ. ഇതാണ് നമ്മുടെ Z0, ഇതാണ് നമ്മുടെ R അല്ലെങ്കിൽ എപ്സിലോൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് എപ്സിലോൺ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ 2 - I എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ 2 - 1 അല്ലേ. അപ്പൊ ദിസ് ഇസ് 2, ദിസ് ഇസ് -1. അപ്പൊ ഇതാണ് നമ്മുടെ Z0 എന്ന് പറയുന്ന പോയിന്റ്. ഇതിന്റെ 1 റേഡിയസ് നമ്മൾ എടുക്കുക. അപ്പൊ 2 - I എന്ന് പറയുമ്പോൾ 2 - 1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 1 റേഡിയസിൽ നമ്മളൊരു എന്ത് കൺസിഡർ ചെയ്യാണ്? സർക്കിൾ കൺസിഡർ ചെയ്യാണ്. എന്ന് വെച്ചാൽ അത് ഇങ്ങനെ വരും അല്ലെ, ഏകദേശം. യെസ്, ഈ ഒരു സർക്കിളാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഒരു ഇൻസൈഡ് ആണ് നമ്മുടെ <1 എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻസൈഡ് റീജിയൻ ആണ് വരിക കേട്ടോ. <1 എന്ന് പറയുമ്പോൾ ഇൻസൈഡ് റീജിയൻ ആണ് വരിക. ഓക്കെ, റൈറ്റ്. നമ്മൾ പറയുന്നത് എന്താണ്? ഡിഫൈൻസ് എ നെയ്ബർഹുഡ് ഓഫ് 2 - I. അപ്പോൾ ഇതിന്റെ 2 - Iയുടെ ഒരു നെയ്ബർഹുഡ് എന്ന് പറഞ്ഞത് ഇതൊരു നെയ്ബർഹുഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിന്റെ ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്താണ്? ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോയിന്റ് അങ്ങ് എക്സ്ക്ലൂഡ് ചെയ്യണം. സോ അതിനെ നമ്മൾ 0 < Z-2 + I < 1 ഇങ്ങനെയാണ് പറയുക. അതായത് Z-2 + I = 0 എന്ന് പറയുന്നത്, അതായത് 2 + I എന്ന് പറയുന്ന പോയിന്റ് വരുന്ന കേസ് നമ്മൾ അവിടെ ഒഴിവാക്കും. അതുകൊണ്ടാണ് ഇവിടെ 0 < എന്ന് നമ്മൾ പ്രത്യേകം കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത അതിന്റെ അർത്ഥം Z ഒരിക്കലും 2 - I ആവില്ല എന്നാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ മതി, Z ഒരിക്കലും 2 - I ആവില്ല എന്നാണ്. =0 ഒഴിവാക്കിയതിന്റെ അർത്ഥം. 0 < എന്ന് കൊടുത്താൽ =0 അവിടെ ഇൻക്ലൂഡഡ് അല്ലേ. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പോയിന്റ് ഒഴിവാക്കിയിട്ട് ബാക്കി പോയിന്റ്സ് കൺസിഡർ ചെയ്യാണ്. അതിനെയാണ് നമ്മൾ ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കോളൂ, a set G of complex numbers is called an open set. എപ്പോഴാണ് നമ്മളൊരു സെറ്റിന് ഓപ്പൺ സെറ്റ് എന്ന് പറയാ? If each point of it is the center of some epsilon neighborhood which is contained in the set, that is, if Z is any arbitrary point of G, then there exists an epsilon greater than 0 such that D of Z epsilon is subset of G. അതായത് ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിലെ പോയിന്റ്സ് എല്ലാം ഇന്റീരിയർ പോയിന്റ് ആവണം എന്നുള്ളതാണ്. ഓപ്പൺ സെറ്റിലെ പോയിന്റ്സ് എല്ലാം ഇന്റീരിയർ പോയിന്റ്സ് ആയിരിക്കണം. അതായത് ഏതൊരു പോയിന്റ് എടുത്താലും അതിന് നമുക്ക് അത് വെച്ചിട്ടൊരു നെയ്ബർഹുഡ് നമ്മുടെ സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓപ്പൺ സെറ്റ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനത്തെ ഓപ്പൺ യൂണിറ്റ് ഡിസ്കുകളൊക്കെ ഓപ്പൺ സെറ്റ്സ് ആയിരിക്കും. മറിച്ച് ക്ലോസ് എടുത്താലോ അവിടെ പറ്റില്ല. കാരണം ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ഇറ്റ് ഇസ് നോട്ട് എൻ ഇന്റീരിയർ പോയിന്റ്. അവിടെ നമുക്കൊരു നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല സച്ച് ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻഡ് ഇൻ G. അപ്പൊ ഇത് എന്തല്ല? ഓപ്പൺ അല്ല. പക്ഷെ ഇത് എന്താണ്? ഓപ്പൺ ആണ്. അപ്പൊ എല്ലാ പോയിന്റ്സും ഇന്റീരിയർ പോയിന്റ്സ് ആയിട്ടുള്ള സെറ്റുകളെയാണ് നമ്മൾ ഓപ്പൺ സെറ്റ് എന്ന് പറയാം. ഇനി ഒരു ഓപ്പൺ സെറ്റിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? ബൗണ്ടറി പോയിന്റ്സ് ഉണ്ടാവില്ല. And whereas ക്ലോസ്ഡ് സെറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ a set is closed if it contains all its boundary points. നമ്മളൊരു സെറ്റിന്റെ എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെറ്റ് ആണെങ്കിൽ അത് നമ്മൾ ക്ലോസ്ഡ് സെറ്റ് എന്നാണ് പറയാ. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ക്ലോസ്ഡ് സെറ്റ്. കാരണം ഇവിടെ എല്ലാ ബൗണ്ടറിയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെന്താണ്? whereas this is open. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. മോഡ് Z <1 എന്ന് പറയുന്നത് ഓപ്പൺ ആണെന്നാണ് പറയുന്നത്. അതെ, മോഡ് Z <1 എന്ന് പറയുമ്പോൾ 1 റേഡിയസും
സീറോ സെന്റർ, ഒറിജിൻ സെന്റർ ആയിട്ടുള്ള റേഡിയസ് ആണ്, സോറി സർക്കിൾ ആണ്. സോ ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗമാണ് വരിക, അവിടെ ബൗണ്ടറി ഇൻക്ലൂഡഡ് അല്ല. സോ ദിസ് ഇസ് ഓപ്പൺ. വെറാസ് മോർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തുകൂടി ഇൻക്ലൂഡ് ചെയ്യും, ഇതിന്റെ ബൗണ്ടറി കൂടി ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഇങ്ങനെ വരും, ഈക്വൽ ടു വന്നാൽ ബൗണ്ടറി കൂടി ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ അതെന്തായി, ക്ലോസ്ഡ് ആയി. കാരണം എല്ലാ ബൗണ്ടറി പോയിന്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ക്ലോസ്ഡ് സെറ്റ്. HR നോക്കിക്കേ, HR എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 0 എന്നാ പറയുന്നത്. റിയൽ പാർട്ട് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ എക്സ് വൈ ആക്സിസ്, അതായത് റിയൽ ആൻഡ് ഇമാജിനറി ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്യാം, ഈ ഒരു റീജിയൻ ആയിട്ട് വരും അല്ലെ. കാരണം ഇവിടെയാണ് നമ്മുടെ എക്സ് വാല്യൂസ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്. എക്സ് പ്ലസ് ഐ വൈയിലെ എക്സ് അല്ലേ റിയൽ പാർട്ട് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. സോ എക്സ് പോസിറ്റീവ് ആവാന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയൻ ആണ്. ഇതെന്താണ്, ഇറ്റ് ഇസ് എ ഓപ്പൺ സെറ്റ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. കാരണം ഇവിടെ ആക്ച്വലി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ അവിടെ ഈക്വൽ ടു 0 ഇല്ല. അപ്പൊ ശരിക്കും ഇവിടെ ഞാൻ എന്ത് കൊടുക്കണം, ഡോട്ടഡ് ലൈൻ കൊടുക്കണം. ഇങ്ങനെയാണ് ഈ റീജിയൻ വരിക. ഓക്കെ, കാരണം ഈക്വൽ ടു 0 ഇല്ല, റിയൽ പാർട്ട് 0 ആവാൻ പാടില്ല, ഗ്രേറ്റർ ദാൻ 0 ആവണം. ഇവിടെ ബൗണ്ടറി പോയിന്റ്സ് ഉണ്ടോ, ഇല്ല, ബൗണ്ടറി പോയിന്റ്സ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു. അപ്പോൾ ദിസ് ഇസ് ഓപ്പൺ എന്ന് എനിക്ക് പറയാം. ഇങ്ങനെ ഗ്രേറ്റർ ദാൻ 0, ലെസ് ദാൻ 0 ഇങ്ങനെയുള്ള കേസസ് ഒക്കെ ഓപ്പൺ ആയിരിക്കും. മറിച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ക്ലോസ്. ഇതേപോലെയാണ് ഇമാജിനറി പാർട്ട് ഗ്രേറ്റർ ദാൻ 0 കേസ്. അതായത് ഇങ്ങനെ വരും. ഇവിടെ നമ്മൾ ഈ സെറ്റിനെ ഡാഷ്ഡ് ലൈൻ ആയിട്ട് കൊടുക്കണം, കാരണം ഈ ലൈൻ, കാരണം ഇത് ഇൻക്ലൂഡഡ് അല്ല. സോ ഇതും എന്താണ്, ബൗണ്ടറി പോയിന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓപ്പൺ. ഇതുപോലെ നമ്മൾ ആനുലസ് ഓഫ് R1 R2, ആനുലസ് റീജിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ R1 ലെസ് ദാൻ മോഡ് Z മൈനസ് Z0 ലെസ് ദാൻ R2 എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ 1 ലെസ് ദാൻ മോഡ് Z ലെസ് ദാൻ 2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. Z0 ഇസ് ഈക്വൽ ടു 0യും R1 1 ഉം R2 2 ആയിട്ടും എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ റീജിയൻ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക, മോഡ് Z ഈക്വൽ ടു 1 ആദ്യം വരയ്ക്കുക. അതായത് 1 റേഡിയസിൽ ഇങ്ങനെ വരും അല്ലെ. ഇതുപോലെ മോഡ് Z ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, 2 റേഡിയസിൽ. ഓക്കെ, ഇത് 2 ഇത് 1 ആണെങ്കിൽ മോഡ് Z ഈക്വൽ ടു 2 ഇതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് 1 ലെസ് ദാൻ മോഡ് Z ലെസ് ദാൻ 2 അല്ലേ. അപ്പൊ നമ്മൾ ഇൻസൈഡ് ഈ ഒരു ബിറ്റ്വീൻ റീജിയൻ അല്ലേ, ഇൻ ബിറ്റ്വീൻ റീജിയൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ആനുലസ് റീജിയൻ എന്ന് പറയുക. സോ രണ്ട് സർക്കിൾസിന്റെ ഇടയിൽ വരുന്ന ഇൻ ബിറ്റ്വീൻ റീജിയൻ ആണ് ഈ ഒരു സർക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും എന്തില്ല, ബൗണ്ടറി പോയിന്റ്സ് ഇൻക്ലൂഡഡ് അല്ല, കാരണം എല്ലാം നമ്മൾ ഡോട്ടഡ് ആണ് കൊടുത്തത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവിടെ ഇല്ല, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് ഓൾസോ എക്സാമ്പിൾ ഓഫ് വാട്ട്, ഓപ്പൺ സെറ്റ്. അപ്പൊ ആനുലസ് റീജിയൻ ഇങ്ങനെ ലെസ് ദാൻ സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി ആയിട്ട് കൊടുത്താൽ ഇറ്റ് ഇസ് ഓൾസോ ഓപ്പൺ. അടുത്തത് ദർ ആർ സെറ്റ്സ്. നമ്മളിപ്പോ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് പറഞ്ഞു അല്ലെ, പക്ഷെ എല്ലാ സെറ്റും ക്ലോസ്ഡും ഓപ്പണും ആവണം എന്നില്ല. ചിലപ്പോൾ ഇത് രണ്ടും അല്ലാത്ത സെറ്റ്സും ഉണ്ടാവാം. സോ യു മേ നോട്ട് ദാറ്റ് there may be sets which are neither open nor closed, and on the other hand some sets are both open and closed. ഈ രണ്ട് കേസസും നമുക്ക് കാണാൻ പറ്റും. ഫോർ ഇൻസ്റ്റൻസ് the punctured disk 0 less than mod Z less than or equal to 1. നോക്കിക്കേ, 0 less than mod Z എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ mod Z ഈക്വൽ ടു 1 കേസ് കൺസിഡർ ചെയ്യാണ്. mod Z ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. പക്ഷെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് എനിക്ക് ബൗണ്ടറിയും ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് ആരും ഒഴിവാക്കണം, 0 ലെസ് ദാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെന്ററിന് ഒഴിവാക്കണം. ഇവിടുത്തെ സെന്റർ ആരാ, mod Z എന്ന് പറയുമ്പോൾ mod Z മൈനസ് 0, അതായത് ഈ 0നെ നമ്മൾ ഒഴിവാക്കണം. സോ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് നെയ്തർ ഓപ്പൺ നോർ ക്ലോസ്ഡ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ദിസ് ഇസ് നെയ്തർ ഓപ്പൺ നോർ ക്ലോസ്ഡ്. ആൻഡ് അതേപോലെ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഇസ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. കാരണം സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ബൗണ്ടറി പോയിന്റ്സ് ആക്ച്വലി ഇല്ല. അപ്പൊ നമ്മൾ അത് ഓപ്പൺ ആയിട്ടും പറയും, ക്ലോസ്ഡ് ആയിട്ടും കൺസിഡർ ചെയ്യും. സോ ഇങ്ങനെ നമുക്ക് ഓപ്പണും അല്ല ക്ലോസ്ഡും അല്ല, അങ്ങനത്തെ സെറ്റ്സും ഉണ്ട്, ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള സെറ്റ്സും ഉണ്ട്. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ടേമിലോട്ട് നമുക്ക് പോവാം. നമ്മൾ പറഞ്ഞത് ഇന്റീരിയർ, എക്സ്റ്റീരിയർ, ഓപ്പൺ, ക്ലോസ്ഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി കണക്റ്റഡ് എന്ന് പറയുന്ന ഒരു ടേം ആണ്. ഒരു ഓപ്പൺ സെറ്റ് G എപ്പോഴാണെന്നറിയോ കണക്റ്റഡ് ആവുക, if any pair of points Z1 and Z2 in G can be joined by a polygonal line that consists of finite number of line segments joining end to end that lies entirely in G. ഒരു സെറ്റ് കണക്റ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഏത് രണ്ട് പോയിന്റ്സ് എടുത്താലും അതിനെ പോളിഗണൽ ലൈൻ കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്, ഈ സെറ്റ് കണക്റ്റഡ് ആണ് കാരണം ഇതിൽ ഏത് രണ്ട് പോയിന്റ്സ് എടുത്താലും എനിക്കിതാ ഇങ്ങനെ 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 ഇവരെ കണക്ട് ചെയ്യാൻ പറ്റിയ അല്ലെ. ഇനി ഞാൻ വേറെ രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യാണ്, എനിക്കിതാ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെറ്റിന് പുറത്തോട്ട് പോകാൻ പാടില്ല. അങ്ങനെ പോളിഗണൽ ലൈൻസ് വെച്ച് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ കണക്റ്റഡ് സെറ്റ് എന്ന് പറയും. ഇനി ഒരു ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എൻ ഓപ്പൺ കണക്റ്റഡ് സെറ്റ്. സോ വാട്ട് ഇസ് എ ഡൊമെയിൻ? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആണ്, ഓപ്പൺ സെറ്റ് ആണ് ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ കണക്റ്റഡ്. അതിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് വിളിക്കുക. ഇനി എ ഡൊമെയിൻ ടുഗദർ വിത്ത് സം, നൺ ഓർ ഓൾ ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ്സ് ഇസ് കോൾഡ് എ റീജിയൻ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. റൈറ്റ്. ഇനി നമുക്ക് കണക്റ്റഡ് സെറ്റിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു.
കണക്റ്റഡ് അല്ലാത്തൊരു സെറ്റ് നോക്കാം. മോഡ് സെറ്റ് ലെസ് ദാൻ 1 എന്ന് പറയുന്ന റീജിയൻ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. മോഡ് സെറ്റ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ 0 സെന്ററും 1 റേഡിയസും ഉള്ള ഈ ഒരു സർക്കിൾ വരും അല്ലെ. ലെസ് ദാൻ 1 എന്ന് പറയുന്നതുകൊണ്ട് ബൗണ്ടറി ഇൻക്ലൂഡ് ചെയ്യില്ല. മോഡ് Z-2 ലെസ് ദാൻ 1 2 സെന്ററും, അതായത് 20 എന്ന് പറയുന്ന പോയിന്റ്, 2 സെന്ററും 1 റേഡിയസും, ഇങ്ങനെ ഒരു സർക്കിൾ വരും. അപ്പൊ ഈ ഒരു രണ്ട് റീജിയൻസിന്റെ യൂണിയൻ എന്ന് പറയുമ്പോൾ ഈ ഒരു മൊത്തം ഏരിയ ആണ് വരിക. പക്ഷെ ബൗണ്ടറി അവിടെ ഇല്ല. ഇത് കണക്റ്റഡ് ആണോ? കണക്റ്റഡ് അല്ല. കാരണം ഞാൻ എന്താ ഇവിടുന്ന് ഒരു പോയിന്റും കൺസിഡർ ചെയ്യണം. ഇവരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ എനിക്കൊരു പോളിഗണൽ ലൈൻ ജിയിലൂടെ വരയ്ക്കാൻ പറ്റില്ല. ഇതാണ് എന്റെ സെറ്റ് ജി എന്ന് പറയുന്നത്. ഇവിടെ ഞാനിപ്പോ ഇങ്ങനെ ഒരു പോളിഗണൽ ലൈൻ വരച്ചു എന്ന് വിചാരിക്കും. അപ്പൊ അത് ബൗണ്ടറിനെ ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ബൗണ്ടറി നമ്മുടെ സെറ്റിലില്ല. സോ കംപ്ലീറ്റ്ലി നമ്മുടെ ജിയിൽ ഇൻക്ലൂഡഡ് ആയിക്കൊണ്ട് എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ, അതായത് ഇത് എങ്ങനെയായാലും ഒന്നിനെ ക്രോസ് ചെയ്യണം, പക്ഷെ നമ്മുടെ ബൗണ്ടറി സെറ്റിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ക്രോസിംഗ് നടക്കില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ കണക്റ്റഡ് അല്ലാത്ത സെറ്റ്, നോട്ട് കണക്റ്റഡ് സെറ്റ്. ഓക്കെ, സോ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ പോളിഗണൽ ലൈൻസ് കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ഓപ്പൺ ആൻഡ് കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ഡൊമെയിൻ എന്ന് വിളിക്കും. കണക്റ്റഡ് അല്ലാത്തതിന്റെ എക്സാമ്പിളും നമ്മൾ കണ്ടു. ഇനി ഒരു സെറ്റ് എപ്പോഴാണ് ബൗണ്ടഡ് ആവുക? നമുക്ക് മോഡ് സെറ്റ് ലെസ് ദാൻ ആർ എന്ന് പറയാൻ പറ്റണം. ഒരു റിയൽ നമ്പർ അവിടെ എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് മോഡ് സെറ്റ് ലെസ് ദാൻ ആർ ഫോർ എവറി സെറ്റ് ഇൻ ജി. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു നമ്പറിനേക്കാളും താഴെയാണ് എല്ലാ വാല്യൂസും വരുന്നതെങ്കിൽ വി കൻ സേ ഇറ്റ് ഇസ് എ ബൗണ്ടഡ് സെറ്റ്. ഇനി അങ്ങനെ അല്ലെങ്കിലോ നമ്മൾ അൺബൗണ്ടഡ് ആണെന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ഹാഫ് പ്ലെയിൻസ്, റൈറ്റ് ഹാഫ് പ്ലെയിനും അപ്പർ ഹാഫ് പ്ലെയിനും ഒക്കെ എങ്ങനെയാണ്? ഇറ്റ് ഇസ് നോട്ട് ബൗണ്ടഡ്. കാരണം ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലെ. ഇറ്റ് ഇസ് നോട്ട് ബൗണ്ടഡ്, അൺബൗണ്ടഡ് ആണ്. കാരണം ഒരു നമ്പറിനേക്കാളും ചെറുതാണ് അതിന്റെ വാല്യൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കേസസ് അൺബൗണ്ടഡ് ആണ്. മറിച്ച് നമുക്കിത് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ബോക്സിൽ ഒതുക്കാൻ പറ്റുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ റീജിയനിൽ ഒതുങ്ങുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബൗണ്ടഡ്. ഇനി എന്താ ഒരു അക്യുമുലേഷൻ പോയിന്റ് എന്ന് പറയുന്നത്? നമ്മൾ ലിമിറ്റ് പോയിന്റ് എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് സംഭവം. പോയിന്റ് Z0 is said to be an accumulation point of a set G if each deleted neighborhood of Z0 contains at least one point of G. ഏത് ഡിലീറ്റഡ് നെയ്ബർഹുഡ് ഓഫ് Z0 എടുത്താലും ജിയിൽ ഒരു പോയിന്റ് എങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ജിയുടെ അക്യുമുലേഷൻ പോയിന്റ് ആണെന്ന് പറയും. അപ്പൊ Z0 എപ്പോഴാണ് ജിയുടെ അക്യുമുലേഷൻ പോയിന്റ് ആവുക? Z0 ഒഴിവാക്കിയിട്ട് നമ്മൾ ഏത് പോയിന്റ് എടുത്താലും, ഏത് നെയ്ബർഹുഡ് എടുത്താലും, ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്നല്ലേ പറഞ്ഞേ. അപ്പൊ Z0 ഒഴിവാക്കി നമ്മൾ ഏത് നെയ്ബർഹുഡ് കൺസിഡർ ചെയ്താലും അതെന്താന്നാ പറയുന്നത്? ആ നെയ്ബർഹുഡിൽ ജിയിൽ ഒരു പോയിന്റ് എങ്കിലും വേണം. സോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ Z0 ഒഴിവാക്കിയിട്ടുള്ള ഏത് നെയ്ബർഹുഡ് എടുത്താലും ആ നെയ്ബർഹുഡിൽ ജിയിൽ ഒരു പോയിന്റ് എങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ Z0 ജിയുടെ അക്യുമുലേഷൻ പോയിന്റ് ആണ് എന്ന് പറയും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ച് കാര്യങ്ങൾ ഒന്ന് തെറോ ആക്കാൻ നോക്കാം. ഡിറ്റർമൈൻ വെദർ ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഓപ്പൺ, ക്ലോസ്ഡ്, എ ഡൊമെയിൻ ഓർ ബൗണ്ടഡ്. ആദ്യത്തത് മോഡ് സെറ്റ് ലെസ് ദാൻ 1 ആണ്. ക്ലിയർലി നമുക്കറിയാം അല്ലെ, ഇറ്റ് ഇസ് നോട്ട് ഓപ്പൺ. കാരണം ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ അവിടെ ബൗണ്ടറി ഇൻക്ലൂഡഡ് അല്ല. സോ നോട്ട് ഓപ്പൺ, നോട്ട് ഓപ്പൺ അല്ല, ഓപ്പൺ ആണ് അല്ലെ. ബൗണ്ടറി ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ അത് ഓപ്പൺ ആണ്. ഇറ്റ് ഇസ് നോട്ട് ക്ലോസ്ഡ് എന്നാണ് നമ്മൾ പറയാ അല്ലെ. കാരണം ക്ലോസ്ഡ് ആണെങ്കിൽ എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഇനി അതൊരു ഡൊമെയിൻ ആണോ? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആൻഡ് കണക്റ്റഡ് ആണ് അല്ലെ. സോ ഒബ്വിയസ്ലി ഇത് കണക്റ്റഡ് സെറ്റ് ആണ്. ഏത് രണ്ട് പോയിന്റ്സ് എടുത്താലും എനിക്ക് പോളിഗണൽ ലൈൻ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഇസ് എ കണക്റ്റഡ് ഡൊമെയിൻ. ഇനി ഇത് ബൗണ്ടഡ് ആണോ? ഒബ്വിയസ്ലി മോഡ് സെറ്റ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ തന്നെ അത് ബൗണ്ടഡ് ആയി. ഒരു റിയൽ നമ്പറിനെക്കാളും ചെറുതാണ് മോഡിന്റെ വാല്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഫിഗർ തന്നെ നമുക്ക് മനസ്സിലാക്കാം അൺബൗണ്ടഡ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയല്ല, ഒരു സർട്ടൻ റീജിയനിൽ അത് ഒതുങ്ങുന്നുണ്ട്. സോ ഇറ്റ് ഇസ് ബൗണ്ടഡ്. 0 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഡിലീറ്റഡ് നെയ്ബർഹുഡ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ 0 എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഇതേ സംഭവം വരയ്ക്കുന്നു. സോ ഇവിടെ സംഗതി ഓപ്പൺ ആണോ? ഇവിടെ നമ്മൾ പറയാ യെസ്, ഇവിടെ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും അല്ലെ. കാരണം ഇവിടെ നമുക്ക് ബൗണ്ടറി പോയിന്റ്സ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല. ഏത് പോയിന്റ് എടുത്താലും അതിന്റെ നെയ്ബർഹുഡ് ഇവിടെ നമുക്ക് പറയാൻ പറ്റും. സോ ഇറ്റ് ഈസ് എൻ ഓപ്പൺ സെറ്റ്. ഇനി ഇസ് ദിസ് ക്ലോസ്ഡ്? അല്ല, ദിസ് ഇസ് നോട്ട് ക്ലോസ്ഡ്. ആൻഡ് വാട്ട് അബൌട്ട് ഡൊമെയിൻ? യെസ്, ദിസ് ഇസ് എ ഡൊമെയിൻ അല്ലെ. കാരണം ദിസ് ഇസ് ഓപ്പൺ ആൻഡ് കണക്റ്റഡ്. സോ ഇറ്റ് ഇസ് എ ഡൊമെയിൻ. ആൻഡ് ഇത് ബൗണ്ടഡ് ആണോ? ഒബ്വിയസ്ലി ദിസ് ഇസ് എ ബൗണ്ടഡ് സെറ്റ്. ഇനി അടുത്ത എക്സാമ്പിൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z മൈനസ് Z0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ 3 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പൊ Z0 0 ആയിട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെ, Z0 0 ആണെങ്കിൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ആനുവലസ് റീജിയൻ ആണ്. അവിടെ 2 റേഡിയസും 3 റേഡിയസും കൺസിഡർ ചെയ്യാം. ആൻഡ് 2യുടെ കേസിൽ നമ്മൾ ബൗണ്ടറി എടുക്കുന്നുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. പക്ഷെ 3യുടെ കേസിൽ ബൗണ്ടറി ഇല്ല. ഈ സെറ്റ് എന്താണ്? ഓപ്പൺ ആണോ? ഓപ്പൺ അല്ല, കാരണം ഇത് എല്ലാ ബൗണ്ടറി പോയിന്റ്സിനും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ക്ലോസ്ഡ് ആണോ? ക്ലോസ്ഡ് അല്ല, കാരണം ഇത് എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഇതേപോലെ തന്നെ. ഓപ്പൺ അല്ലാത്തതിന് കാരണം ബൗണ്ടറി പോയിന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഓപ്പൺ സെറ്റിൽ ബൗണ്ടറി പോയിന്റ്സ് വരാൻ പാടില്ല. പക്ഷെ ക്ലോസ്ഡ് അല്ലാത്തതിന് കാരണം എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഇല്ല. സോ ഇറ്റ് ഇസ് നെയ്തർ ഓപ്പൺ നോർ ക്ലോസ്ഡ്. അപ്പം ഓപ്പൺ ആണോ ചോദിച്ചാൽ നോട്ട് ഓപ്പൺ,
and not closed. What about boundedness? Obviously ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ബൗണ്ടഡ് ആണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. ഇനി ഓപ്പൺ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡൊമൈൻ അല്ല, കാരണം ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആണ് ഡൊമൈൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് എ ഡൊമൈൻ, റൈറ്റ്. അടുത്തത് 0 ലെസ് ദാൻ ആർഗ്യുമെന്റ് ഓഫ് സെഡ് ലെസ് ദാൻ 5/3. അതായത് ഇവിടെ ആർഗ്യുമെന്റ് ഓഫ് സെറ്റിന്റെ ലിമിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്, എന്ന് വെച്ചാൽ ആംഗിൾ ആണ് അല്ലെ. സോ ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഈ പറയുന്ന ഏത് റീജിയൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, നമ്മുടെ ഈ ഒരു റീജിയൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം ആർഗ്യുമെന്റ് 0 ആയിട്ടുള്ളത് എക്സ് ആക്സിസ് ആണ്, എക്സ് ആക്സിസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇനി 5/3 കേസ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാന്ന് വിചാരിക്കാം. 5/3 നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ലെസ് ദാൻ 5/3 ആണ്. സോ ഈ ഒരു റീജിയൻ ആണ് വരിക, ഇതിന്റെ ബൗണ്ടറി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് എന്താണ്, ഓപ്പൺ ആണ്. ആൻഡ് നോട്ട് ക്ലോസ്ഡ്, ബൗണ്ടഡ് ആണോ? അല്ല, ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലെ. സോ ഇറ്റ് ഇസ് നോട്ട് ബൗണ്ടഡ്. ആൻഡ് ഡൊമൈൻ ആണോ? ഓപ്പൺ ആണ് ആൻഡ് കണക്റ്റഡും ആണ്, കാരണം നമുക്ക് ഏത് 2 പോയിന്റ്സ് വെച്ചോ ഇതിനെ കണക്ട് ചെയ്യാനൊക്കെ പറ്റും. സോ ഇറ്റ് ഇസ് എ ഡൊമൈൻ. അടുത്ത 2 കേസ്, z belongs to C such that z is equal to 1 minus t into 2 plus 3i plus t into 1 plus i, where 0 to 1 ആണ് ടിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, 1 minus t into 2 plus 3i plus t into 1 plus i അല്ലെ. ഇവിടെ ഞാൻ ടിക്ക് 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ, t 0 മുതൽ 1 വരെയുള്ള വാല്യൂസ് ആണ്. ടിക്ക് 0 എന്ന് കൊടുത്ത z എന്താണ്, 1 minus 0 1 into 2 plus 3i. ഈ ടേം 0 ആയി പോകും. സോ z 2 plus 3i ആണ്. എന്ന് വെച്ചാൽ z എവിടെ വരും, 2 3, ഈ ഒരു പോയിന്റ് ആണ്. അടുത്തത് ഞാൻ t ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിലോ, t ഈക്വൽ ടു 1 കൊടുത്താൽ z എന്താണ്, ഫസ്റ്റത്തെ ടേം 0 ആയി പോകും, കാരണം 1 minus 1 0 എന്ന് വരും. അടുത്തത് 1 plus i എന്ന് വരും. സോ z 1 plus i ആണ്, എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് വരും. സോ ഇവരെ കണക്ട് ചെയ്യുന്ന ഈ ലൈൻ ഇല്ലടാ, ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് സ്ട്രേറ്റ് ലൈൻ ജോയിനിങ് 1 plus i and 1 plus i and 2 plus 3i. ഇത് ഓപ്പൺ ആണോ? ഓപ്പൺ അല്ല, കാരണം ഈ പോയിന്റിന്റെ നെയ്ബർഹുഡ് നമ്മൾ കൺസിഡർ ചെയ്താൽ പുറത്തുള്ള പോയിന്റ്സ് വരുന്നുണ്ട് അല്ലെ. സോ ഇറ്റ് ഇസ് നോട്ട് ഓപ്പൺ. നെയ്ബർഹുഡ് കംപ്ലീറ്റ്ലി അതിന്റെ ഉള്ളിൽ കണ്ടെയ്ൻഡ് അല്ല. സോ നോട്ട് ഓപ്പൺ. ക്ലോസ്ഡ് ആണോ? അതെ, ആ ലൈനിലുള്ള എല്ലാ പോയിന്റ്സും ബൗണ്ടറി പോയിന്റ്സ് ആണ്. സോ എല്ലാ ബൗണ്ടറി പോയിന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് എ ക്ലോസ്ഡ് സെറ്റ്. ഇനി ബൗണ്ടഡ് ആണോ? അതെ, ഒരു പർട്ടിക്കുലർ ലൈൻ സെഗ്മെന്റ് ആണ്, അപ്പോ അത് ബൗണ്ടഡ് ആണ്. ഇനി ഓപ്പൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് നോട്ട് എ ഡൊമൈൻ. ഇനി അടുത്ത കേസ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മോഡ് z മൈനസ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് z മൈനസ് 1 അല്ലെ. മോഡ് ഓഫ് z മൈനസ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് z മൈനസ് 1. ഇങ്ങനെയുള്ള z-കളാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ക്യാരക്ടർ ഉള്ള z ആദ്യം ഫൈൻഡ് ചെയ്യണം. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. മോഡ് z മൈനസ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് z മൈനസ് 1 ആണെങ്കിൽ എനിക്ക് എന്ത് പറയാം, മോഡ് z മൈനസ് ഐ ബൈ z മൈനസ് 1 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ z ഒന്ന് x പ്ലസ് ഐ വൈ ഫോമിലേക്ക് കൊടുത്തിട്ട് x ആൻഡ് വൈയുടെ ടേമിൽ നമുക്ക് നോക്കാം. x പ്ലസ് ഐ വൈ മൈനസ് ഐ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് x പ്ലസ് ഐ വൈ മൈനസ് 1. മോഡ്ലെസ് എടുക്കണമെങ്കിൽ നമുക്ക് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ആയിട്ട് എടുക്കാം. സോ ദിസ് ഇസ് x പ്ലസ് ഐ ഇൻറ്റു വൈ മൈനസ് 1 എന്ന് വരാം അല്ലെ, കാരണം ഐ വൈ ഉണ്ട് പിന്നെ മൈനസ് ഐ ഉണ്ട്. സോ ഇങ്ങനെ എഴുതാൻ പറ്റും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് 1 പ്ലസ് ഐ വൈ. ഇങ്ങനെയുള്ള റീജിയൻ ആണ്, ഇങ്ങനെയുള്ള എക്സ് വൈ വാല്യൂസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ദിസ് ഇംപ്ലൈസ് എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈ മൈനസ് 1ന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ് അല്ലെ, റൈറ്റ്. ദിസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. റൂട്ട് നമുക്ക് ക്യാൻസൽ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്നാണ്, വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അപ്പം നമ്മൾ റൂട്ട് ക്യാൻസൽ ചെയ്യുന്നു. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. എക്സ് സ്ക്വയർ എനിക്ക് ക്യാൻസൽ ചെയ്യാം, വൈ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, 1 ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉണ്ടാവുക, 2x ഞാൻ ലെഫ്റ്റിലോട്ട് എടുത്താൽ മൈനസ് 2x ലെഫ്റ്റിലോട്ട് എടുത്താൽ മൈനസ് പ്ലസ് 2x ആവും. സോ 2x മൈനസ് 2y ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. അല്ലെങ്കിൽ 2 കോമൺ ആയിട്ട് എടുത്താൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആദ്യം നമ്മൾ ഈ ഒരു റീജിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന റീജിയൻ കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു വൈ ഏതാണ്, നമ്മുടെ ലൈൻ ആണ് അല്ലെ, അതായത് 45 ഡിഗ്രിയിൽ വരുന്ന ഈ ഒരു ലൈൻ ആണ്. ഇതാണ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത്. ഇനി എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാലോ, ഇത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 ആണ്, അതായത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 ആണ് ഈ ലൈൻ എന്ന് പറയുന്നത്. അതാണ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് അല്ലെ. ഇനി എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഞാൻ ഈ ലൈനിനെ എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം, താഴോട്ടാണോ മുകളിലോട്ടാണോ? നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് ചെക്ക് ചെയ്യാം. 1 0 എന്ന് പറയുന്ന പോയിന്റ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം.
1 മൈനസ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കറക്റ്റ് ആണ് അല്ലെ? വിച്ച് മീൻസ് ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പൊ ഇവിടെ ബൗണ്ടറി പോയിന്റ്സ് ഇൻക്ലൂഡഡ് ആണ്, കാരണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ ബൗണ്ടറി ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ദിസ് ഇസ് എ ക്ലോസ്ഡ് സെറ്റ്, ദിസ് ഇസ് നോട്ട് ഓപ്പൺ, ദിസ് ഇസ് ക്ലോസ്ഡ്. ആൻഡ് വാട്ട് അബൌട്ട് ബൗണ്ടഡ്നെസ്? ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അല്ലെ, അതായത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ദിസ് ഇസ് നോട്ട് ബൗണ്ടഡ്, അതായത് അൺബൗണ്ടഡ് ആണ്. ആൻഡ് ഓപ്പൺ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡൊമൈൻ എന്ന് പറയില്ല. സോ ദിസ് ഇസ് നോട്ട് എ ഡൊമൈൻ. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുക? നമ്മൾ ബൗണ്ടഡ്നെസ്, ഓപ്പൺ, ക്ലോസ്ഡ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കുക. അപ്പൊ മെയിൻലി ആ ഒരു ബൗണ്ടറി വെച്ചിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഇനി നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി വീഡിയോന്റെ ഡ്യൂറേഷൻ കൂടി നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.